ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ച് 14, 2024 നടന്ന 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ 5ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 5 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണാൻ കഴിയും. അതേപോലെ തന്നെ ആനുവൽ എക്സാം 2024 നടന്ന ആനുവൽ എക്സാമിൻ്റെ ആൻസർ കീ ആനുവൽ എക്സാം 2024 എന്ന പ്ലേലിസ്റ്റിൽ പ്രത്യേകമായിട്ടുണ്ട്. ഇപ്പം എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പം നമുക്കറിയാം, അടിസ്ഥാന പാഠാവലിയാണ്. 6 പ്രവർത്തനമുണ്ടാവും. ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമാണ്. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അതിൽ ഒരെണ്ണം നമുക്ക് ഓപ്ഷനാണ്. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള 4 ചോദ്യങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിനെ ചോദ്യത്തിൽ നല്ലവണ്ണം വായിക്കുക. എന്നിട്ട് എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം ഒന്ന് വായിച്ചു നോക്കാം. പ്രവർത്തനം വായിക്കാം, എഴുതാം. അഴകനും പൂവാലിയും. അഴകന് 12-13 വയസ്സ് കാണും. കന്നുകാലി മേയ്ക്കുന്നവനാണ് അവൻ. ഒരു ദിവസം കാലത്തെ അഴകൻ പശുക്കളെയും കൊണ്ട് മേച്ചിൽ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വളകൊമ്പി, കണ്ണമ്മ, പൂവാലി ഇങ്ങനെ 3 പശുക്കൾ. വൈകുന്നേരത്തെ അഴകൻ തിരിച്ചു വരികയുള്ളൂ. ഉച്ചത്തേക്ക് ചോറും കറിയും ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്നും കൊടുക്കും. അന്ന് ചോറ് പൊതിഞ്ഞ് കെട്ടി ഒരു സഞ്ചിയിലിട്ടു. സഞ്ചി തോളിൽ തൂക്കി. അതിലൊരു പിച്ചാത്തിയുണ്ട്, പിന്നെ ഒരു ഈറ്റക്കുഴലും. കയ്യിലിരിക്കുന്ന വടി ഓങ്ങിയും ചിലപ്പോൾ അതുകൊണ്ട് പശുക്കളുടെ പുറത്ത് തട്ടിയും അവൻ അവയെ വേഗം നടത്തി. ഈ പശു എന്നോട് മേടിക്കുമേ എന്നും മറ്റും ഇടയ്ക്ക് അവൻ പശുക്കളെ ശാസിച്ചു. അങ്ങനെ ഒരു നാഴിക അകലെയുള്ള നാടിമറ്റത്തിൽ എത്തി. അത് വലിയ മൈതാനമാണ്. കൃഷി ചെയ്യാതെ കിടക്കുകയാണ്. അങ്ങുമിങ്ങും മരങ്ങളുണ്ട്. ചിലത് ചെറുത്, ചിലത് വലുത്. അവിടവിടെ കുറ്റിക്കാടുകളുമുണ്ട്. ചെത്തി, കുരുകുത്തി, കദളി, കൂനമ്പാല, പാണൽ ഇങ്ങനെ പലതരം ചെടികളുമുണ്ട്. വയറ, പാട, അമൃതം മുതലായ വള്ളികളുമുണ്ട്. ഇല്ലിയും ഈറ്റയും ഉണ്ട്. ആണ്ടിൽ 8 മാസവും പശുക്കൾക്ക് തിന്നാൻ ധാരാളം പുല്ലും കാണും. കാരൂർ നീലകണ്ഠപിള്ളയുടെ ഒരു ലേഖനമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അഴകന് ചോറും കറിയും ലഭിച്ചുകൊണ്ടിരുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്, ഓരോ വീട്ടിൽ നിന്ന്, ഹോട്ടലിൽ നിന്ന്. അപ്പോൾ നമ്മൾ അതിവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ നോക്കൂ, ഓരോ വീട്ടിൽ നിന്ന് കൊടുക്കും. അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടിയല്ലോ. ഇനി അടുത്തത്, അഴകൻ ചോറ് പൊതിയോടൊപ്പം സഞ്ചിയിൽ സൂക്ഷിച്ചത് എന്തൊക്കെയാണ്? വടിയും പുല്ലും, കൊമ്പിയും, കണ്ണമ്മയും, പൂവാലും, പിച്ചാത്തിയും, ഈറ്റക്കുഴലും. അതും നമ്മൾ വായിച്ചു അല്ലേ, പിച്ചാത്തിയും ഈറ്റക്കുഴലും. ഇനി നാടിമറ്റം എന്നാൽ എന്താണ്? ഒരു പുഴയാണ്, കുന്നാണ്, മൈതാനമാണ്. നമ്മളിവിടെ വായിച്ചതാണ്. അത് വലിയൊരു മൈതാനമാണ് എന്നാണ് വായിച്ചത്. ഇനി നാടിമറ്റത്തിലെ പലതരം ചെടികളിൽ ഒന്ന് കുരുകുത്തി, പനിനീർ, സൂര്യകാന്തി. അപ്പോൾ ഒരുപാട് ചെടികളുടെ പേര് പറഞ്ഞല്ലോ. അതിൽ നമ്മൾ കണ്ടത് ഏതാണ്? കുരുകുത്തിയാണ് നമ്മൾ കണ്ടത്. ഇനി അഴകൻ്റെ ജോലി എന്താണ്? അഴകൻ്റെ ജോലി എന്താണ്? പശുക്കളെ മേയ്ക്കുക, കൃഷി ചെയ്യുക, പുല്ലരിയുക. അപ്പോൾ അഴകൻ്റെ ജോലി ഇവിടെ എന്താണ്? പശുക്കളെ മേയ്ക്കുക എന്നതാണ് ജോലി. വളരെ എളുപ്പമുള്ള 5 ചോദ്യങ്ങൾ. ഈ 5 ചോദ്യത്തിനും ശരിയായ ഉത്തരം എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്കാണ് ലഭിക്കുക. അതായത് A ഗ്രേഡ് കിട്ടും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഉപന്യാസമാണ്. ഓക്കെ, പ്രവർത്തനം 2 ഉപന്യാസമാണ്. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. സുഗതകുമാരി ടീച്ചറുടെ വരികളാണിവ. സുഗതകുമാരിയുടെ കവിത വായിച്ചില്ലേ? എങ്ങു പോയി എന്ന P. കുഞ്ഞിരാമൻ നായരുടെ കവിതയിൽ പ്രകൃതി മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. പ്രകൃതി മനുഷ്യന് നൽകുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ആദ്യം ഒരു ടൈറ്റിലൊക്കെ കൊടുക്കുക. ഇവിടെ ടൈറ്റിൽ എന്താണ്? പ്രകൃതി മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹം. അപ്പോൾ എങ്ങു പോയി എന്ന പാഠഭാഗത്തിൽ നമ്മൾ ഒരുപാട് പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. P. കുഞ്ഞിരാമൻ അവരുടെ കവിതയിൽ എന്താണ് കാണുന്നത്? നമുക്ക് നഷ്ടമാകുന്ന പ്രകൃതി ഭംഗിയെക്കുറിച്ചാണ് കവിതയിൽ വിവരിക്കുന്നത്. ഒരുപാട് പ്രകൃതി സൗന്ദര്യങ്ങളാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത്. ചുണ്ടുവിടർത്തി നിൽക്കുന്ന പൂക്കളിൽ വണ്ടുകൾക്ക് ആവശ്യത്തിന് തേനിറക്കുകയാണ്. ദന്തങ്ങൾ ഇളകി കവിളി ഒട്ടിപ്പോയ കുന്നുകൾക്ക് യുവത്വം നൽകുകയാണ്. ഭൂമിയാകുന്ന പൂന്തോട്ടത്തിൽ വൈകുന്നേരങ്ങൾ ഓടി നടന്ന് കളിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രകൃതി സൗന്ദര്യങ്ങളാണ് ഭൂമിയിൽ മനുഷ്യന് വേണ്ടി പ്രകൃതി ഒരുക്കി വെക്കുന്നത്. എന്നാൽ മനുഷ്യൻ എന്താണ്
ചെയ്യുന്നത്? മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് മാറി ജീവിക്കാനും മനുഷ്യനൊരിക്കലും കഴിയില്ല. നമുക്ക് എന്തൊക്കെയാണ് പ്രകൃതി നൽകുന്നത്? നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വായു, വെള്ളം, ഭക്ഷണ വസ്തു ഇതെല്ലാം ആരാണ് നൽകുന്നത്? പ്രകൃതിയാണ് നൽകുന്നത്. ഓക്കെ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം നൽകുന്നത് പ്രകൃതിയാണ്. എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കുവാൻ എന്ത് വേണം? പ്രകൃതിയുടെ ഒരു അനുഗ്രഹം വേണം അല്ലേ? മരങ്ങളും മലകളും പുഴകളും തുടങ്ങി ഓരോന്നും പ്രകൃതിയുടെ അനുഗ്രഹങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ജീവിവർഗങ്ങളെല്ലാം പരസ്പരം ആശ്രയിച്ച് കഴിയേണ്ടതാണ്. അപ്പോൾ നമ്മൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ നമ്മൾ ജീവിക്കണം. എന്നാൽ അത് പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടുവരുന്നത് നടക്കുന്ന മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മരങ്ങൾ വെട്ടി നശിപ്പിച്ച് അവിടെ ഫ്ലാറ്റുകൾ പണിതുയർത്തുന്നു. അതുമൂലം വായുവിൻ്റെ ലഭ്യത ഇല്ലാതാകുന്നു. അങ്ങനെ പുഴലുകൾ മണലൂറ്റ് മൂലം ഒഴുക്ക് നിലച്ച് നശിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് മനുഷ്യൻ പ്രകൃതിയോട് നൽകുന്നത്. എന്നാൽ പ്രകൃതി നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുകയാണ്. എന്നാൽ മനുഷ്യൻ തിരിച്ചു നൽകുന്നത് ചൂഷണം മാത്രമാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഇനി അടുത്തത് നമുക്ക് പ്രവർത്തനം 3 അനുഭവക്കുറിപ്പാണ്. അപ്പോൾ അനുഭവക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മുടെ സ്വന്തം അനുഭവങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് നമുക്ക് എഴുതേണ്ടത്? MTയുടെ വിഷുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളും പല ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. എങ്കിലും ഏതെങ്കിലും ഒരു ആഘോഷത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. രണ്ടാമത്തെ ചോദ്യം, വിഷുക്കാലത്തെ പ്രധാന ആഘോഷം എന്ത്? അപ്പം വിഷുക്കാലത്തെ പ്രധാന ആഘോഷം എന്താണ്? പടക്കം പൊട്ടിക്കുക, പൂക്കളം ഒരുക്കുക, പാട്ട് പാടുക. അപ്പോൾ നമുക്കറിയാം വിഷുക്കാലത്തെ പ്രധാന ആഘോഷം എന്താണ്? വിഷുക്കാലത്തെ പ്രധാന ആഘോഷമാണ് പടക്കം പൊട്ടിക്കുക. അപ്പോൾ നമുക്കൊരു ആഘോഷത്തെക്കുറിച്ച് നമുക്ക് ചെറുതായൊന്ന് നോക്കാം. അതായത് ഓണം എല്ലാവരുടെയും ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ഇപ്പോൾ നമുക്ക് ഓണത്തെക്കുറിച്ച് എഴുതാം. പറമ്പിൽ നിന്ന് പൂക്കൾ ശേഖരിച്ച് പൂക്കളമിട്ടു. പിന്നെ തൊട്ടാവാടി പൂവും തുമ്പപ്പൂവും മുക്കുറ്റി പൂവും ഒക്കെ വളരെ പ്രയാസപ്പെടുത്തി അടർത്തിയെടുത്തു. പിന്നെ മുറ്റത്തെ ചെടികളിലെ പൂക്കൾ പറിച്ചെടുത്തു. അമ്മയും പൂക്കളമിടാൻ കൂടി. അമ്മമ്മയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അച്ഛൻ മുറ്റത്തെ മാവിൻ കൊമ്പിൽ ഊഞ്ഞാല് കെട്ടിത്തന്നു. ഉത്രാട ദിവസം വലിയ പൂക്കളമുണ്ടാക്കി. കുറേ പൂക്കൾ അച്ഛൻ വാങ്ങിത്തന്നു. കുറേ നമ്മൾ അടുത്തുള്ള പറമ്പുകളിൽ നിന്നൊക്കെ ശേഖരിച്ചു. അങ്ങനെ ഞങ്ങൾ മുറ്റത്ത് തിരുവാതിര കളിച്ചു. ഞങ്ങൾക്ക് നല്ല ഓണക്കോടി വാങ്ങിത്തന്നു. പിന്നെ മുത്തശ്ശൻ പാട്ടുപാടി. അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം എല്ലാ കുടുംബസമേതം സദ്യ ഉണ്ടു. ഇത്രയേറെ സന്തോഷിച്ച ഒരു ഉത്സവകാലം എൻ്റെ ഓർമ്മയില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വന്തം അനുഭവങ്ങൾ നിങ്ങളുടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതൊരു പോസ്റ്ററാണ്. ഈ പോസ്റ്റർ നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു പോസ്റ്റർ. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഇടയഴുപ്പ് ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. എന്നാൽ പ്രകൃതി ചൂഷണത്തിൻ്റെ ഭാഗമായി വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വ്യതിയാനം, ജലദൗർലഭ്യം എന്നിങ്ങനെ വിവിധ പ്രശ്നങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പോസ്റ്റർ വളരെ ഭംഗിയാക്കുക, ഒരു ബോക്സ് കൊടുക്കുക, ഒരു സന്ദേശം നൽകുക. ഒരു സന്ദേശം നൽകുക. പിന്നെ അതേപോലെ തന്നെ ഭൂമിയുടെ ചിത്രം വരയ്ക്കുക. എന്നിട്ട് മനോഹരമാക്കുക. ക്രയോണൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് ആ ചിത്രം മനോഹരമാക്കുക. നല്ലൊരു സന്ദേശം നിങ്ങൾ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ ഒരു ചിത്രവും വേണം. ഇനി നമുക്ക് അടുത്ത ചോദ്യം ജീവചരിത്രക്കുറിപ്പ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലേ. P. കുഞ്ഞിരാമൻ നായരുടെ ജീവചരിത്രക്കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് എഴുതിയേ വേണ്ടു. ജനനം തന്നിട്ടുണ്ട്. ജനനം 1905 ഒക്ടോബർ 4 ജനിച്ചത്. പിന്നെന്താ തന്നിരിക്കുന്നത്? മരണം തന്നിട്ടുണ്ട്. കളിയച്ഛൻ എന്ന കൃതി സിനിമയാക്കിയിട്ടുണ്ട്. ഇവൻ മേഘരൂപൻ P.യെക്കുറിച്ചുള്ള സിനിമയാണ്. ഭക്തകവിയാണ്. ബിരുദം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്. പിന്നെ പ്രധാന കൃതികൾ സൗന്ദര്യപൂജ, കളിയച്ഛൻ, താമരത്തോണി, സൗന്ദര്യദേവത. പ്രകൃതി സൗന്ദര്യത്തെ ആവിഷ്കരിച്ച കവിയാണ് P. കുഞ്ഞിരാമൻ നായർ. ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി, നാടകം, രംഗമണ്ഡപം, ഉപാസന, സ്വപ്നസഞ്ചാരി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾ ഒരു നല്ലൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? പ്രകൃതി സൗന്ദര്യത്തെ ആവിഷ്കരിച്ച P. കുഞ്ഞിരാമൻ നായർ 1905 ഒക്ടോബർ 4 ജനിച്ചത്. അധ്യാപകനായിരുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ലാവണ്യവുമാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ മൗലിക ഭാവങ്ങൾ.
ഒരുപാട് രചനകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. സൗന്ദര്യപൂജ, കളിയച്ചൻ, താമരത്തോണി, സൗന്ദര്യദേവത എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. പി. കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള സിനിമയാണ് ഇവൻ മേഘരൂപൻ. അതേപോലെ തന്നെ കളിയച്ചൻ എന്ന കൃതി സിനിമയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ രചനകളാണ് കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് രംഗമണ്ഡപം, ഉപാസന, സ്വപ്നസഞ്ചാരി. കവിയുടെ കാൽപ്പാടുകൾ, നിത്യകന്യകയെ തേടി എന്നിവയൊക്കെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടി. 1978 മെയ് 27 മരണം. അങ്ങനെ നിങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഒരു നല്ലൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഹെഡിങ്ങും കൊടുക്കുക പി. കുഞ്ഞിരാമൻ നായർ. ഇനി അടുത്ത വിശകലന കുറിപ്പാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പ്രീവിയസ് ഇയർ ഡിസ്കഷനൊക്കെ കണ്ടവർക്ക് ഇതൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. വിശകലനക്കുറിപ്പിൽ ശ്രീനാരായണ ഗുരുവചനങ്ങൾ നിങ്ങൾക്ക് പരിചയമില്ല, ചുവടെ ചേർത്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. സെയിം ക്വസ്റ്റ്യനാണ്. ഏതൊരു ഡിസ്കഷനിൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശ്രീനാരായണ ഗുരുവചനങ്ങളെ മഴവില്ല് വരയ്ക്കുന്നവർ എന്ന പാഠഭാഗത്തെ ആശയവുമായി ബന്ധപ്പെടുത്തി ഒരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അതോടൊപ്പം തന്നെ ഒരു ചോദ്യം ഉണ്ട്. ഭൂമിയിൽ മഴവില്ല് വരയ്ക്കുന്നവർ ആരാണ്? കുട്ടികൾ, മുതിർന്നവർ, പക്ഷികൾ. ആരാണ് ഭൂമിയിൽ മഴവില്ല് വരയ്ക്കുന്നവർ? കുട്ടികളാണ്. ഓക്കെ, ഇനി നമുക്ക് വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം. നമ്മൾ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ജാതിക്കും മതത്തിനുമല്ല കർമ്മത്തിനാണ് പ്രാധാന്യം എന്ന് കേരള ജനതയെ ബോധ്യപ്പെടുത്തിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പം ജാതിക്കും മതത്തിനുമല്ല കർമ്മത്തിനാണ് പ്രാധാന്യം എന്ന് കേരള ജനതയെ ബോധ്യപ്പെടുത്തിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുവിൻ്റെ വാക്കുകൾ സമൂഹത്തിൽ പല മാറ്റങ്ങൾക്കും കാരണമായി. വിദ്യ കൊണ്ട് ഉയരണമെന്നും മതമേതായാലും മനുഷ്യൻ നന്നാകണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ല ആളാകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ആ വ്യക്തി മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യും. ഇത്തരത്തിൽ പരസ്പര സഹകരണത്തോടും സാഹോദര്യത്തോടും പ്രവർത്തിച്ച കേരള സമൂഹത്തെ നാം കഴിഞ്ഞ കാലത്ത് പ്രളയകാലത്ത് കണ്ടതാണ്. ദരിദ്രനെന്നോ ഉയർന്നവനെന്നോ സമ്പന്നനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ച് കൈകോർത്ത് സഹായങ്ങൾ നൽകി. അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങൾ വളരെയധികം പ്രസക്തമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ഒരാൾ നല്ല ആളാകുന്ന എപ്പോഴാണ്? മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണുമ്പോഴാണ്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും തയ്യാറാവണം. അത് അയാളുടെ സേവനത്തിനും ത്യാഗത്തിനും പ്രേരിപ്പിക്കും. മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനെയാണ് സേവനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി. അപ്പോൾ ജാതി മതവും അതേപോലെ നമ്മുടെ നാട്ടിൽ അയിത്തവും അനാചാരവും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ഈ വാക്കുകളൊക്കെ പറയുന്നത്. പക്ഷേ ഇന്നും ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ ജാതി മതവും നിറവുമല്ല അയാളെ നല്ലവനാക്കുന്നത്, അയാളുടെ കർമ്മമാണ് എന്നൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾ തയ്യാറാക്കുക. താങ്ക് യു.